ഹലോ ഹായ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് തന്നെ ഞാൻ മുഖം നന്നായി വാഷ് ചെയ്തു. ഇപ്പോൾ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് ഫേസ്. ഇനി ഇതിനകത്ത് നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ ഇടാൻ ശ്രദ്ധിക്കണം. കളർ ഡിഫറൻസ് കാണിക്കും. മോയ്സ്ചറൈസർ ഡ്രൈ ആയ ശേഷം നമുക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ആക്ച്വലി ഒരു ഈവനിങ് പരിപാടി ആയതുകൊണ്ട് നമ്മളങ്ങനെ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എനിക്കിവിടെ കുറച്ച് ഡാർക്ക്നെസ് തോന്നി. കൺസീലർ കുറച്ച് അപ്ലൈ ചെയ്യാം. ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവിടെയൊക്കെ നമ്മൾ കൺസീലർ യൂസ് ചെയ്യുക. വെറ്റ് ചെയ്ത ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഈ മുഖത്തുള്ള കണ്ണിൻ്റെ താഴത്തും മുകളിലൊക്കെയുള്ള ഡാർക്ക്നെസ് പോകാൻ വേണ്ടിയിട്ടും മുഖത്തുള്ള കുരുക്കളെല്ലാം കുറച്ച് ഫെയ്ഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പണ്ട് ഡാൻസൊക്കെ കളിക്കുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യാൻ വരുന്നവർ ഇതുപോലെ വെറ്റ് ആയിട്ടുള്ള സ്പോഞ്ചസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് എന്ന് വിചാരിക്കാറുണ്ട്. പെയിൻ്റ് അടിച്ച പോലെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഇതൊരു ഫൗണ്ടേഷൻ സെറമാണ്. ഇത് ഡയറക്റ്റ് അപ്ലൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കയ്യിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പറഞ്ഞ പോലെ എല്ലാം യൂസ് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗെയിൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടാകെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ആളല്ല. എന്തെങ്കിലും ഫങ്ഷൻ വരുവാണെങ്കിൽ മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. ഇതൊരു ജസ്റ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കല്ലെങ്കിൽ ഫേസൊക്കെ ഭയങ്കര ഡള്ളായി തോന്നും. പ്രത്യേകിച്ച് എൻ്റെ ഫോർഹെഡൊക്കെ ഓയിലി ആയി തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി ഞാനിത് യൂസ് ചെയ്യും. നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ ബ്ലെൻഡ് ചെയ്യും. ഇനി നമുക്കിവിടെ ഹെയർസ് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്ത് കളയാം. ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഞാനെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. നമ്മൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. കല്യാണമൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹെവി ആക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രൊഡക്ട്സ് വരുന്നത്. ഓക്കെ, മസ്കാര റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതാം. ഓക്കെ, താഴെ മാത്രം ഒന്ന് ഞാൻ കണ്ണെഴുതുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ലിപ് ലൈനർ. എപ്പോഴും ലിപ് ലൈനർ കുറച്ച് ഡാർക്കായിട്ട് എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും അങ്ങനെ നന്നായി കിട്ടാറില്ല. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ബ്ലാക്ക് കളറാണ്. PH ലിപ്സ്റ്റിക്ക് എന്ന് പറയും. ഇതാകുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ കളറ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ കളറ് തോന്നില്ലെങ്കിലും പിന്നീടത് എടുത്ത് കാണിക്കും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കൈ കൊണ്ടെല്ലാം അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടും നമുക്ക് നല്ലോണം വിയർക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മിനിമൽ മേക്കപ്പാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇതാണ് ഞാൻ എളുപ്പത്തിൽ ചെയ്യാറുള്ളത്. എനിക്കുള്ള ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ ഞാനൊന്നിങ്ങനെ എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് വൈപ്പ് ചെയ്യും. പ്രൊഫഷണലി ചെയ്യുന്നവരൊക്കെ കൺസീലർ പാലറ്റും എല്ലാം മേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി
ഇതൊന്നും ഡെയിലി യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇതൊന്നും യൂസ് ചെയ്യാത്തത്. ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നടക്കുകയും ചെയ്യും, എന്നാൽ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് കയ്യിലുള്ളത് വെച്ചിട്ട് തന്നെ ഞാൻ മാക്സിമം യൂസ് ചെയ്യാറാണുള്ളത്. ഇപ്പോൾ ഏകദേശം ബ്ലെൻഡ് ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഐറ്റം വരുന്നത്, പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മേക്കപ്പ് ഇടാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രോബിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഗ്ലോയിങ് കിട്ടും, എന്നാൽ വലിയ ടൈം കൺസ്യൂമിങ്ങും അല്ല. നമ്മളെപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഓയിലി ആയിട്ടും അല്ലെങ്കിൽ ഒരു ഗ്ലോ ആയിട്ടും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഒരു പൊട്ട് തൊടാം. ഞാൻ ആക്ച്വലി സ്റ്റിക്ക് ചെയ്യുന്ന പൊട്ടിടാറില്ല. ഞാൻ ചെറുപ്പം തൊട്ട് യൂസ് ചെയ്യുന്നതാണ് ഐലൈനർ ഞാൻ ആകെ ഇതിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നത്. പണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. ആകെയുള്ളതൊരു ഐലൈനറാണ്. വേണേൽ അത് വെച്ചൊരു കണ്ണ് എഴുതിയാൽ എഴുതി, അത്രേ ഉള്ളൂ. ഓക്കേ, നമുക്ക് കമ്മലിടാം. ഞാൻ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കളയാറാണ് പതിവ്. ചൂടൊക്കെ അല്ലേ, പോണിറ്റയിലാണ് നല്ലത്, അതവിടെ കിടന്നോളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.